സഞ്ജുവിന്റെ രണ്ടാമത്തെ സെഞ്ചുറി പിറന്നിരിക്കുകയാണ്. മലയാളികൾക്ക് ഇത് ശരിക്കും ഹിമാലയം കീഴടക്കിയ പോലൊരു നിമിഷമാണ്. മലയാളികൾ ഓരോരുത്തരും സഞ്ജുവിന് നന്ദി പറയുകയാണ്. ഇത്തരത്തിലൊരു മുഹൂർത്തം നൽകിയതിൽ ലോകകപ്പിനേക്കാൾ കടത്തിവെട്ടുന്ന പ്രകടനമാണ് ഇപ്പോൾ IPL കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 7 ഇന്നിങ്സുകളിൽ നിന്നാണ് 2 സെഞ്ചുറി സഞ്ജു തികച്ചിരിക്കുന്നത്. 115 റൺസിന്റെ ഒരു സെഞ്ചുറി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ മുംബൈ ഇന്ത്യൻസിനെതിരെ സാക്ഷാൽ എൽ ക്ലാസിക്കോ മത്സരത്തിൽ സഞ്ജു നേടിയ സെഞ്ചുറി ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഒരു IPL സീസണിൽ തന്നെ ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 7 കളികളിൽ നിന്ന് 2 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ബാറ്റ്സ്മാനായി സഞ്ജു സാംസൺ മാറുകയാണ്. CSK 207 റൺസിന്റെ മികച്ച ഒരു റൺസ് സ്കോർ ബോർഡിൽ ചേർക്കാനായിട്ട് സഞ്ജു സാംസണിന്റെ ഈ ഒരു സെഞ്ചുറി ഇന്നിങ്സ് കൊണ്ട് സാധിച്ചു എന്ന് വേണം പറയാൻ. തുടരെ വിക്കറ്റുകൾ പോയില്ലായിരുന്നുവെങ്കിൽ സഞ്ജു ഇതിലേറെ റൺസ് അടിച്ചാനെ. വിക്കറ്റുകൾ പോയിട്ടും സ്ട്രൈക്ക് റേറ്റ് കുറയ്ക്കാതെ, റൺ റേറ്റ് കുറയ്ക്കാതെ സഞ്ജു കാഴ്ചവെച്ച ഈ ഒരു അത്ഭുത പ്രകടനം ചരിത്രത്തിന്റെ താളുകളിൽ, CSKയുടെ താളുകളിൽ, ആരാധകരുടെ നെഞ്ചങ്ങളിൽ എന്നും ഉണ്ടാകും. ഇന്ന് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇലക്ഷൻ ഡേ ആണ്. ആ ഇലക്ഷൻ ഡേ തന്നെ സഞ്ജു സാംസൺ ഇത്രയ്ക്ക് മനോഹരമായ ഒരു ട്രീറ്റ് അവർക്ക് നൽകിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ TRP റേറ്റിംഗ് എല്ലാം കുതിച്ചു പായുകയാണ്. സാക്ഷാൽ MS ധോണി ഇന്ന് കളിക്കും എന്നൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പതിവ് പോലെ തന്നെ MS ധോണി ഇന്ന് കളിച്ചില്ല. പക്ഷേ അതിൻ്റെ എല്ലാം വിഷമം മാറ്റുന്ന തരത്തിലായിരുന്നു സഞ്ജു സാംസണിൻ്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്നിങ്സ് എന്ന് തന്നെ പറയാം. ഇതോടുകൂടി ടോപ്പ് ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ സഞ്ജു കുതിച്ചു കയറുകയാണ്. സഞ്ജു സാംസണിൻ്റെ ഫോമും കൺസിസ്റ്റൻസി ഇല്ലായ്മയുമെല്ലാം ചോദ്യം ചെയ്തവർക്കുള്ള അണ്ണാക്കിലടിയാണ് ഈ ഒരു ഇന്നിങ്സ് എന്ന് പറയാതെ വയ്യ. മലയാളികളുടെ അഭിമാനം ഇത്രത്തോളം ഉയർത്തിയ ശ്രീശാന്ത് പോലും ഇത്രത്തോളം മലയാളികളെ അഭിമാന കൊടുമുടിയിൽ എത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നിരുന്നാൽ കൂടി മലയാളികൾക്ക് ഇത്രയധികം അഭിമാനിക്കാവുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് ആ ഒരു പദപ്രയോഗം അന്വർത്ഥമാക്കുന്ന പ്രകടനം. സഞ്ജു സാംസൺ ശരിക്കും ഒറ്റയ്ക്കാണ് CSKയെ തോളിലെടുത്ത് വെച്ച് IPL ടൂർണമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജസ്ഥാന് വേണ്ടി സഞ്ജു സാംസൺ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ IPLിലെ തന്നെ ഏറ്റവും ടോപ്പ് ടീമായ CSK ഇന്ന് സഞ്ജുവിൻ്റെ ചുമലിലാണ് എന്ന് തെല്ലൊരു അതിശയോക്തിയാണെങ്കിലും ഞാൻ പറയുകയാണ്. ഏറ്റവും മനസ്സ് കുളിർമയോടുകൂടിയാണ് ഈ ഒരു ഇന്നിങ്സ് കണ്ടത്. കാരണം ലാസ്റ്റ് ഓവറിൽ സഞ്ജു സിംഗിൾ എടുക്കാതെ സഞ്ജുവിന് അത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ സഞ്ജു നിന്നതൊക്കെ ശരിക്കും ഒരു സാക്ഷാൽ MS ധോണിയുടെ ഒരു മെൻറ്റാലിറ്റി, ഒരു മെന്റൽ പവർ, ഒരു കാംനെസ് എല്ലാം സഞ്ജുവിൽ കാണാൻ സാധിച്ചു. സഞ്ജു സാംസൺ എന്തുകൊണ്ട് ഒരു അടുത്ത MSD എന്നൊക്കെ പറയുന്നത് എന്നുള്ളതിനൊരു സാക്ഷ്യം കൂടിയായിരുന്നു ഇത്. അതായത് 1-ാം ഓവർ മുതൽ 20-ാം ഓവർ വരെ അജയ്യനായി ഒരു തരത്തിലും ഒരു ക്യാച്ച് പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ വല്ല ക്യാച്ചൊക്കെ മിസ് ചെയ്തിട്ടാണ് സഞ്ജു എന്തെങ്കിലുമൊക്കെ അടിക്കുന്നത് എന്ന് വിമർശനങ്ങളൊക്കെ ഉയരാറുണ്ട്. പക്ഷേ ഈ ഒരു ഇന്നിങ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ലെജൻഡറി ബാറ്റ്സ്മാൻ മാത്രമേ സാധിക്കൂ. അതായത് മറു എൻഡിൽ എല്ലാവരും വിക്കറ്റ് കളയുമ്പോൾ സഞ്ജു അവിടെ നിലയുറപ്പിക്കുകയാണ്. റൺ റേറ്റ്, സ്ട്രൈക്ക് റേറ്റ് എല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്ത് ഒരു കാൽക്കുലേഷനിൽ സഞ്ജു കളിച്ച ഈ ഒരു ഇന്നിങ്സിൻ്റെ ബലത്തിലാണ് 207 റൺസ് സ്കോർ ബോർഡിൽ ചെന്നൈ ചേർത്തിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് ഈ ഒരു സ്കോർ മറികടക്കുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ സഞ്ജുവിൻ്റെ ഈ ഒരു ചരിത്രപരമായ ഇന്നിങ്സ് കാണാൻ ഭാഗ്യം ലഭിച്ച എല്ലാവരും അത്രയേറെ സന്തോഷിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ക്രിക്കറ്റർ അത് സഞ്ജു തന്നെയാണ്. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശേഷം ഇത്രയധികം ആരാധകരെ സൃഷ്ടിച്ച മറ്റൊരു കളിക്കാരനില്ല. അത് മലയാളികളെ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ സഞ്ജുവിൻ്റെ പ്രഭാവം അലയടിക്കുകയാണ്. ഇപ്പോൾ ഇതാ റീൽസിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം സഞ്ജു നിറയാൻ പോവുകയാണ്. ഈ IPLിലെ 2ാമത്തെ സെഞ്ചുറിയാണ് കേട്ടോ, 2ാമത്തെ സെഞ്ചുറി. 2 അക്കം കടക്കാതെ 4 കളികളോളം സഞ്ജു കളിച്ചപ്പോൾ വിമർശിച്ച എല്ലാവർക്കും 3 അക്കം കൊണ്ടാണ് സഞ്ജു മറുപടി തരുന്നത്. അതേടാ മലയാളി പൊളിയാളാ, സഞ്ജു സാംസൺ ദ ഗ്രേറ്റ്, സഞ്ജു സാംസൺ ദ ബെസ്റ്റ്. സഞ്ജു സാംസണിൻ്റെ ആരാധകനാണെന്ന് പറയാൻ ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷം. സഞ്ജു സാംസൺ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അഭിമാന താരകമാണ്. നിങ്ങൾ സഞ്ജു സാംസണിൻ്റെ സെഞ്ചുറി മിസ് ചെയ്തോ അതോ കണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വികാരം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. സ്പോർട്സ് പിച്ചിൻ്റെ പ്രേക്ഷകർക്കും ഈ ഒരു സഞ്ജു സാംസണിൻ്റെ ഇന്നിങ്സ് സ്പെഷ്യലാണ്. നമ്മുടെ ചാനൽ പോലും സഞ്ജു സാംസണിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടീവ് ചാനലാണ്. സഞ്ജു സാംസണിൻ്റെ കണ്ടന്റുകളാണ് നമ്മൾ എപ്പോഴും ഇടാറ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ചാകരയാണ്.
താങ്ക് യു സഞ്ജു സാംസൺ, താങ്ക് യു ഫോർ മേക്കിംഗ് അസ് പ്രൗഡ്.